You are welcome to the online classes of Aptics Academy. Today we are going to have a discussion on William Shakespeare. Shakespeare's contribution to the literary world is 154 sonnets, 2 long poems and 37 plays. ശ്രദ്ധിക്കുക, ഷേക്സ്പിയർ സാഹിത്യ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ 154 സോണറ്റുകൾ. സോണറ്റ് ഈസ് എ ഷോർട്ട് പോയം ഓഫ് 14 ലൈൻസ്. മലയാളത്തിൽ ഗീതകങ്ങൾ എന്ന് പറയും. 154 സോണറ്റുകൾ, 2 നീണ്ട കവിതകൾ, 37 നാടകങ്ങളായിരുന്നു. These are the contributions of William Shakespeare, one of the greatest dramatist poet the world has ever seen. Let us have a brief detail about William Shakespeare's personal life. William Shakespeare was born on April 23rd in 1564. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഷേക്സ്പിയറുടെ ജനന തീയതിയെ കുറിച്ച് ചെറിയ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും കാണുന്നത് ഏപ്രിൽ 23, 1564 വില്യം ഷേക്സ്പിയർ എന്ത് ചെയ്തത്, ജനിച്ചത്. പാരന്റ്സ് ഓഫ് ഷേക്സ്പിയർ were ജോൺ ഷേക്സ്പിയർ ആൻഡ് മേരി ആഡൻ. ഓർമ്മിക്കുക, ഹിസ് ഫാദേഴ്സ് നെയിം വാസ് ജോൺ ഷേക്സ്പിയർ and his mother's name was Mary Aden. The birthplace of William Shakespeare is Stratford on Avon. അത് ഓർമ്മിക്കാം, സ്ട്രാറ്റ്ഫോർഡ് ഓൺ ഏവൺ എന്ന് വിളിക്കപ്പെടുന്ന ഇംഗ്ലണ്ടിലെ സ്ഥലത്തായിരുന്നു വില്യം ഷേക്സ്പിയർ എന്ത് ചെയ്തത്, ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയർ അറിയപ്പെടുന്നത് ദ ബാർഡ് ഓഫ് എവൺ എന്ന പേരിലാണ്. ശരിക്കും അത് നോട്ട് ചെയ്യാം. ഹു ഈസ് നോൺ ആസ് ദി ബാർഡ് ഓഫ് എവൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിന്റെ ബർത്ത് പ്ലേസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്ട്രാറ്റ്ഫോർഡ് ഓൺ എവൺ. സോ ഷേക്സ്പിയർ ഈസ് നോൺ ആസ് ദി ബാർഡ് ഓഫ് എവൺ. ബാർഡ് മീൻസ് പോയറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ബാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. What was the profession of William Shakespeare's father? John Shakespeare was a prosperous farmer, wool and timber merchant, and a butcher of the village. ഷേക്സ്പിയർ ജനിക്കുന്ന സന്ദർഭത്തിൽ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യാപാരിയായിരുന്നു വില്യം ഷേക്സ്പിയറിന്റെ പിതാവ് ജോൺ ഷേക്സ്പിയർ. അദ്ദേഹം കാര്യമായിട്ടും ഡീൽ ചെയ്തിരുന്ന എന്തായിരുന്നു, തുകൽ ഉൽപ്പന്നങ്ങള്. അതോടൊപ്പം തന്നെ ഹി വാസ് എ ടിംബർ മെർച്ചന്റ്, മരവുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം. അതിലുപരി ഹി വാസ് എ ബുച്ചർ ഓഫ് ദി വില്ലേജ്. ആ ഗ്രാമത്തിലെ ഒരു കശാപ്പുകാരൻ, അറവുകാരൻ കൂടെയായിരുന്നു വില്യം ഷേക്സ്പിയറിന്റെ പിതാവ് ജോൺ ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ കുട്ടിക്കാല ജീവിതത്തിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും സ്ട്രാറ്റ്ഫോർഡ് ഓൺ ഏവണിലെ ഒരു ഗ്രാമർ സ്കൂളിലായിരുന്നു വില്യം ഷേക്സ്പിയറിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ. ആൻഡ് ഹി സ്റ്റഡീഡ് ദർ അപ് ടു 4th സ്റ്റാൻഡേർഡ്. അപ്പോ 4ാം ക്ലാസ് വരെ മാത്രമേ വില്യം ഷേക്സ്പിയറിന് എന്തുണ്ടായിരുന്നുള്ളൂ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. at the age of 18 or 19, William Shakespeare married Anne Hathaway, who was 26 years old. അപ്പോ 18-19 വയസ്സ്, 18-നും 19-നും ഇടയിൽ വില്യം ഷേക്സ്പിയർ വിവാഹം കഴിച്ച് തന്നെക്കാളും 8 വയസ്സ് സീനിയർ ആയിട്ടുള്ള ആൻ ഹഥാവേ ആയിരുന്നു. ഷേക്സ്പിയറിന് 19 വയസ്സ് തികഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ആനിക്ക് ആവട്ടെ 26 വയസ്സായിരുന്നു. ഹിസ് എൽഡസ്റ്റ് ഡോട്ടർ സൂസന്ന വാസ് ബോൺ ആഫ്റ്റർ ദ 6 months ഓഫ് ദിയർ മാരേജ്. വിവാഹം കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞു അവരുടെ ആദ്യത്തെ മകള് ആര് ജനിച്ചു, സൂസന്ന. മനസ്സിലായി, ഷേക്സ്പിയറുടെ മൂത്ത മകളുടെ പേരായിരുന്നു സൂസന്ന. ആഫ്റ്റർ ദാറ്റ് ട്വിൻസ് വേർ ബോൺ ടു ദ കപ്പിൾസ്. പിന്നെ അവർക്ക് ജനിച്ചത് ഇരട്ടകളായിരുന്നു. ഹാംലെറ്റ് ആൻഡ് ജുഡീത്ത് എന്നായിരുന്നു ഇരട്ടകളുടെ പേര്. ഓർമ്മിക്കാം, മൂത്ത മകളുടെ പേര് സൂസന്ന, ബാക്കി ഇരട്ടകളായിട്ട് പിന്നീട് ജനിച്ച കുട്ടികളുടെ പേര് ഒന്ന് ഹാംനെറ്റ്, HAMNET, മറ്റൊന്ന് എന്തായിരുന്നു, മറ്റൊരു പേര് ജുഡീത്ത് എന്നായിരുന്നു. ഹു വാസ് ഷേക്സ്പിയേഴ്സ് പാട്രൺ? ആ കാലഘട്ടത്തിൽ എല്ലാ കവികൾക്കും ഒരു പാട്രൺ ഉണ്ടായി. ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും
കവികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. Earl of Southampton, EARL, Earl of Southampton was William Shakespeare's patron. See, then Shakespeare's contribution to the literary world, I have already mentioned to you. 2 long poems, 154 sonnets and 37 plays. അതിൽ അദ്ദേഹത്തിന്റെ നീണ്ട 2 കാവ്യങ്ങളുടെ പേര് ഓർമ്മിക്കാം. വീണസ് ആൻഡ് അഡോണൈസ്. ആദ്യ കവിതയുടെ പേരെന്താണ്? വീണസ് ആൻഡ് അഡോണൈസ്. രണ്ടാമത്തെ കവിതയുടെ പേര് റേപ്പ് ഓഫ് ലുക്രേഷ്യ. So, what are the names of Shakespeare's 2 long poems എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീനസ് ആൻഡ് അഡോണൈസ്, റേപ്പ് ഓഫ് ലുക്രേഷ്യ. Shakespeare, I have already told you, Shakespeare wrote 154 sonnets. Shakespeare's dramatic career extends over a period of nearly. ഷേക്സ്പിയറുടെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ജോലിയുടെ കാലഘട്ടം ഏകദേശം നിയർലി 22 ഇയേഴ്സ്. ഏകദേശം എന്താണ് 22 വർഷമായിരുന്നു അദ്ദേഹം നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച്. ഫ്രം 1590 to 1620, 1590 മുതൽ 1612 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹം നാടക സംവിധാനവും നാടക എഴുത്തിലും അതോടൊപ്പം തന്നെ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കലും ഒക്കെ ആയിട്ട് ഒരു 22 കൊല്ലക്കാലം അദ്ദേഹം എന്ത് ചെയ്തു? കഴിച്ചുകൂട്ടി. Professor Dodden has divided his dramatic career into 4 periods. അത് ശരിക്കും ഓർമ്മിക്കാം. പ്രൊഫസർ ഡോഡൻ ഹാസ് ഡിവൈഡഡ് ഹിസ് ഡ്രാമാറ്റിക് കരിയർ ഇൻടു 4 periods. പ്രൊഫസർ ഡോഡൻ ഷേക്സ്പിയറിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളെയും എഴുത്തിനെയും 4 പ്രത്യേക പീരിയഡ്സ് ആയിക്കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. അത് ഓരോ പീരീഡും ആ പീരീഡിൽ എഴുതപ്പെട്ട നാടകങ്ങളും ശരിക്കും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും കുറിച്ചിടാം. First period, Professor Dodden has named it apprenticeship or in the workshop. ആദ്യ പീരീഡിന് കൊടുത്തിരിക്കുന്ന പേരാണ് apprenticeship or in the workshop. The period extends from 1588 to 1904. ഓർമ്മിക്കുക, 1588 മുതൽ 94 വരെയുള്ള കാലഘട്ടമാണ് apprenticeship അല്ലെങ്കിൽ in the workshop എന്ന പേരിൽ അറിയപ്പെടുന്നത്. മേജർ വർക്ക്സ് ഓഫ് ദിസ് പീരീഡ് ആർ, ഓർമ്മിക്കാം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം എഴുതിയിരിക്കുന്ന നാടകങ്ങൾ ഇവയൊക്കെയാണ്. 1. ലവ്സ് ലേബർ ഈസ് ലോസ്റ്റ്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ശരിക്കും പേരെല്ലാം ഓർമ്മിക്കാം. ഫസ്റ്റ് പീരീഡിൽ എഴുതിയിരിക്കുന്ന ആദ്യ നാടകമായിരുന്നു ലവ്സ് ലേബർ ഈസ് ലോസ്റ്റ്. 2. The comedy of errors, അബദ്ധങ്ങളിൽ നിന്നും വരുന്ന തമാശകൾ. Errors spelling ERRORS, the comedy of errors. 3. Two Gentlemen of Verona, it's a romance. ഓർമ്മിക്കുക, ഇതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ചില പോയിന്റ്സ് എപ്പോഴും നോട്ട് ചെയ്യുക. Two Gentlemen of Verona, അത് ഏത് ഇനത്തിൽ പെട്ടാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റൊമാൻസ്. 4. റിച്ചാർഡ് III. 5. റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഓർമ്മിക്കാം, ഷേക്സ്പിയറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലവ് ട്രാജഡിയാണ്, ലിറിക്കൽ ലവ് ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം. ഏത്? റോമിയോ ആൻഡ് ജൂലിയറ്റ്. 6. എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം. എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഇറ്റ്സ് എ ഫാന്റസി. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ, അതായത് അപ്രന്റീഷിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ 1588 1594 ഈ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. 1. ലവ്സ് ലേബർ ഈസ് ലോസ്റ്റ്. 2. ദ കോമഡി ഓഫ് എറേഴ്സ്. 3. Two Gentlemen of Verona. 4. Richard III. 5. Romeo and Juliet. 6. A Midsummer Night's Dream. അതിൽ ശ്രദ്ധിക്കേണ്ടത് Two Gentlemen of Verona is a romance. Romeo and Juliet, lyrical love tragedy. A Midsummer Night's Dream, it's a fantasy. അദ്ദേഹത്തിന്റെ ഇനി നാടക എഴുത്തിലെ രണ്ടാമത്തെ പീരീഡ് നോക്കാം. ബി.
It is known as or it is named as in the world. രണ്ടാമത്തെ പീരീഡിന് കൊടുത്തിരിക്കുന്ന പ്രൊഫസർ ഡോഡൻ കൊടുത്തിരിക്കുന്ന പേരാണ് ഇൻ ദ വേൾഡ്. The period extended from 1594 to 1600. 1594 തൊട്ട് 1600 വരെയുള്ള കാലഘട്ടമാണ് ഇൻ ദ വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. See, what are the most important works of this period? One, much ado about nothing. Ado means വഴക്ക് എന്നുള്ളതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. One, much ado about nothing. It's a delightful romance. വളരെ രസകരമായിട്ടുള്ള ഒരു റൊമാൻസ് ആണ് Much Ado About Nothing. B, As You Like It. It's a comedy. C or 3, 12th Night or What You Will. ഓർമ്മിക്കുക, 12th നൈറ്റിന് അദ്ദേഹം ഒരു സബ് ടൈറ്റിൽ കൊടുത്തിരുന്നു, ഓർ വാട്ട് യു വിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പേരെടുത്ത് വിളിച്ചോളൂ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കോമഡിയാണ് 12th നൈറ്റ് ഓർ വാട്ട് യു വിൽ. നെക്സ്റ്റ് നാലാമത് മെരി വൈഫ്സ് ഓഫ് വിൻസർ. ഒന്നുകൂടെ ഓർമ്മിക്കുക, മെരി വൈഫ്സ് ഓഫ് വിൻസർ. നെക്സ്റ്റ് വൺ ദ മെർച്ചന്റ് ഓഫ് വെനീസ്. ഇറ്റ്സ് എ ട്രാജിക് കോമഡി. അപ്പോ ദ മെർച്ചന്റ് ഓഫ് വെനീസ്. നെക്സ്റ്റ് വൺ റിച്ചാർഡ് സെക്കൻഡ്, ഹെൻറി ഫോർത്ത് ആൻഡ് ഹെൻറി ഫിഫ്ത്ത്. ഗ്രേറ്റ് ഇംഗ്ലീഷ് ഹിസ്റ്ററീസ്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ റിച്ചാർഡ് സെക്കൻഡ്, ഹെൻറി ഫോർത്ത്, ഹെൻറി ഫിഫ്ത്ത്, ഇതെല്ലാം ഇംഗ്ലണ്ടിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങളാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് പീരീഡ് അറിയപ്പെടുന്നത് ഇൻ ദ വേൾഡ് എന്ന പേരിലാണ്. ആ കാലഘട്ടം 1594 1600 വരെയുള്ള കാലഘട്ടമാണ്. The most important works of this period are: 1, Much Ado About Nothing. It's a delightful romance. 2, As You Like It. It's a comedy. 3, 12th Night or What You Will. It's also a comedy. 4, Merry Wives of Windsor. It's a farcical comedy. Next one, The Merchant of Venice. It's a tragic comedy. Next, Richard II, Henry IV, Henry V. The Great English Histories. മനസ്സിലായോ? ഇതാണ് രണ്ടാമത്തെ പീരീഡിൽ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുള്ള എന്തെന്നാ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട നാടകങ്ങൾ. നെക്സ്റ്റ് പീരീഡ് നോക്കാം. ഔട്ട് ഓഫ് ഡെപ്ത് എന്നാണ് അടുത്ത പീരീഡിന് കൊടുത്തിരിക്കുന്ന പേര്. ഇതെല്ലാം തന്നെ പ്രൊഫസർ ഡോഡൻ കൊടുത്തിരിക്കുന്ന പേരാണ്, ഔട്ട് ഓഫ് ഡെപ്ത്. ഈ കാലഘട്ടം 1600 തൊട്ടിട്ട് 1608 വരെയുള്ള കാലഘട്ടമാണ് ഔട്ട് ഓഫ് ഡെപ്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. The period of the dark comedies. It is known as the period of the dark comedies. The 4 great tragedies and the great Roman plays. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട, ശരിക്കും ശ്രദ്ധിക്കാം, ചില ഡാർക്ക് കോമഡികളാണ്. അതോടൊപ്പം തന്നെ ഷേക്സ്പിയറിന്റെ 4 ഗ്രേറ്റ് ട്രാജഡീസ്, പ്രശസ്തമായിട്ടുള്ള 4 ദുരന്ത കാവ്യങ്ങൾ. അതോടൊപ്പം തന്നെ ദ ഗ്രേറ്റ് റോമൻ പ്ലേസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഡാർക്ക് കോമഡീസ്. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഡാർക്ക് കോമഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. ഒന്നുകൂടെ ഓർമ്മിക്കുക, ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശുഭമായി കലാശിക്കുന്നതെല്ലാം നന്ന് എന്ന്. 2, മെഷർ ഫോർ മെഷർ, മെഷർ ഫോർ മെഷർ. ആൻഡ് ട്രോയിലസ് ആൻഡ് ക്രെസീഡ. ഓർമ്മിക്കുക, മൂന്നാമത്തേത് ട്രോയിലസ് ആൻഡ് ക്രെസീഡ. ഇതാണ് അദ്ദേഹത്തിന്റെ ഡാർക്ക് കോമഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി റോമൻ പ്ലേസ്. റോമൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന നാടകങ്ങൾ. ദ മോസ്റ്റ് ഫേമസ് വൺ ബീങ് ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപാട്ര ആൻഡ് കോറിയോലാനസ്. ഓർമ്മിക്കാം, 3 റോമൻ ഹിസ്റ്ററിയുമായിട്ട് എഴുതപ്പെട്ടതാണ്. ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപാട്ര ആൻഡ് കോറിയോലാനസ്. Then the 4 great tragedies of William Shakespeare. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വില്യം ഷേക്സ്പിയറിന്റെ വിശ്വപ്രശസ്തമായിട്ടുള്ള 4 ട്രാജഡികൾ. ഓർമ്മിക്കാം,
ഹാംലെറ്റ്, മക്ബത്ത്, കിങ് ലിയർ ആൻഡ് ഒഥല്ലോ. എപ്പോഴും ഈ 4 പേരുകളും ബൈഹാർട്ട് ആയിട്ടുണ്ടായിരിക്കണം. ഹാംലെറ്റ്, മക്ബത്ത്, കിങ് ലിയർ ആൻഡ് ഒഥല്ലോ. നെക്സ്റ്റ് പീരീഡിന് കൊടുത്തിരിക്കുന്ന പേര് നോക്കാം, ഓൺ ദ ഹൈറ്റ്സ്. ഓർമ്മിക്കുക, നെക്സ്റ്റ് പീരീഡ് 4ാമത്തെ പീരീഡിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഓൺ ദ ഹൈറ്റ്സ്, ഉന്നതികളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. സി ദ ഗ്രേറ്റ് ഡ്രമാറ്റിക് വർക്ക്സ് ഓഫ് ദിസ് പീരീഡ് ആർ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കാം. പെരിക്കിൾസ്, ഓർമ്മിക്കുക, പെരിക്കിൾസ്. 2 സിംപലിൻ. സി ദ വിന്റേഴ്സ് ടെയിൽ. ടെയിൽ മീൻസ് സ്റ്റോറി, കാറ്റ് പറഞ്ഞ കഥ. നെക്സ്റ്റ് വൺ ദ ടെമ്പസ്റ്റ്. നെക്സ്റ്റ് വൺ ഹെൻറി 8. ഓർമ്മിക്കാം, 4ാമത്തെ പീരീഡ് അറിയപ്പെടുന്നത് ഓൺ ദ ഹൈറ്റ്സ് എന്ന പേരിലാണ്. ഈ പീരീഡ് ഡേറ്റ് ഓർമ്മിക്കാം, 1608 1612. 1608 1612 വരെയുള്ള കാലഘട്ടമാണ് ഓൺ ദ ഹൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്ലേസ് ഏതൊക്കെയാണ്? 1 പെരിക്കിൾസ്, 2 സിംപലിൻ, 3 the winter's tale, 4 the tempest and 5 Henry 8.